ചെറിയമ്മ ധ്വനിമോളെ സ്കൂളിൽ നിന്ന് കാണാനില്ലെന്ന്. ഇപ്പോ ദുർഗ വിളിച്ചു പറഞ്ഞു. അയ്യോ പൃഥ്വി, പൃഥ്വി. വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഒരുപാട് മാറിപ്പോയി കിരൺ. ഇപ്പോൾ പ്രേക്ഷകരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് ചാനൽ മുന്നിൽ പിടിച്ചിരുത്താന്നാ എല്ലാ ന്യൂസ് ചാനലുകളും നോക്കുന്നത്. അത് ശരിയാ. അത് പിന്നെ എന്താ ദുർഗ? ധ്വനിമോളെ കാണുന്നില്ല കിരൺ. എന്താ ദുർഗ എന്തായി പറയുന്നേ? എന്റെ മോളെവിടെ പോയി? ചേട്ടാ വാ, നമുക്ക് നോക്കാം. ഞാനൊന്ന് ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് വരാം. നിങ്ങളൊന്ന് നോക്ക്. ചേട്ടാ വാ മോനെ. ഹലോ ദുർഗ. ചേച്ചി എന്താ ദുർഗ? ധ്വനിമോളെ കാണുന്നില്ലെന്നോ? ഞാൻ അങ്ങോട്ട് വരാം, വേഗം വരാം. ഓക്കെ. ശരി ചേച്ചി. ചെറിയച്ച, ചെറിയച്ച, എന്താ മോളെ? ചെറിയച്ച, ധ്വനിമോളെ സ്കൂളിൽ നിന്ന് കാണുന്നില്ലെന്ന് ദുർഗ വിളിച്ചു പറഞ്ഞു. കാണാനില്ലെന്നോ? അതെ ചെറിയച്ച. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. എന്റെ മോള്. ഈശ്വര, നീ വിഷമിക്കണ്ട, മോക്കൊന്നും സംഭവിക്കില്ല. ചെറിയച്ച, മോള് സ്കൂളിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എനിക്ക് പേടിയാവുന്നു ചെറിയച്ച. ഇതെന്താ? സ്കൂളിലുള്ളവർക്ക് എന്താ അത്ര ഉത്തരവാദിത്തമില്ലേ? അവരെ വിശ്വസിച്ചല്ലേ നമ്മള് കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് പറഞ്ഞു കൊടുത്തത്. എന്താ എന്താ പ്രശ്നം? ചെറിയമ്മ ധ്വനിമോളെ സ്കൂളിൽ നിന്ന് കാണാനില്ലെന്ന്. ഇപ്പോ ദുർഗ വിളിച്ചു പറഞ്ഞു. അയ്യോ പൃഥ്വി, പൃഥ്വി. മോള് സ്കൂളിലില്ലാതെ പിന്നെ അവളിത് എങ്ങോട്ട് പോനാ? എനിക്കൊന്നും അറിയില്ല ചെറിയമ്മ, ദുർഗ വിളിച്ചു പറഞ്ഞതാ. എന്റെ മോള്. പൃഥ്വി, എന്താ സംഭവം? എനിക്കറിയില്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് ആവശ്യമില്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുതെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോഴൊന്നും അതിനൊരു വിലയും തന്നിട്ടില്ല. അതെ, ആ മിനിസ്റ്ററൊക്കെ വലിയ വലിയ കണക്ഷൻസ് ഉള്ള ആളുകളാ. അവരെ പിണക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് ചേച്ചിയോട് എത്ര വട്ടം പറഞ്ഞതാ? കിരണിന്റെയും ദുർഗയുടെയും വാക്ക് കേട്ടിട്ടേ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് പാവ ധ്വനിമോളല്ലേ? സംഭവിക്കാനുള്ളല്ല സംഭവിച്ചു. ഇനി പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ധ്വനിമോളെ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോ തന്നെ സ്കൂളിലേക്ക് ഒന്ന് പോവാ. മോളെ നീ തനിച്ചു പോകണ്ട, ഞങ്ങളിവിടെ വരാം. ആ അതെ ചേച്ചി, സ്കൂളിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. പൂർണിമേ, ഇനി ചിലപ്പോ ധ്വനിമോളെ സഞ്ജയ് കൂട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ? സഞ്ജയ് സഞ്ജയോ? അതെ, അവ മോളെ കാണാനെന്ന പേരില് സ്കൂൾ പലപ്പോഴും പോകാറുള്ളതല്ലേ? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ചിലപ്പോ സഞ്ജയ് തന്നെ ആയിരിക്കും ഇതും ചെയ്തിട്ടുണ്ടാവുക. മോളെ കൈക്കലാക്കിയാൽ ആ വഴി ഇന്ദ്രപ്രസ്ഥത്തിൽ സ്ഥാനം ഉറപ്പിക്കാന്ന് കരുതി കാണും. സംസാരിച്ചെന്ന് സമയം കളയാതാ, വാ നമുക്ക് വേഗം ഇറങ്ങാം. വാ മോളെ, വാ. പൃഥ്വി, സൂക്ഷിക്കണേ. എന്തെങ്കിലും വിവരം അറിഞ്ഞ ഉടനെ വിളിക്കണം. വിളിക്കാം. പൃഥ്വി, നീ വണ്ടി എടുക്ക്.
എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ആ കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ അമ്മേ, നമുക്ക് വേണ്ടത് ഇന്ദ്രപ്രസ്ഥം വീടിന്റെ സർവാധികാരമല്ലേ? അതിന് ഈ വീട്ടിൽ അവകാശമുള്ള ധ്വനിമോൾ ഇല്ലാതാകുന്നത് തന്നെയാ നല്ലത്. ദൈവദോഷം പറയല്ലേ അശി. ധ്വനിമോള് ഈ വീട്ടിലെ കുട്ടിയാ, അതിനൊരാപത്തും വരാൻ പാടില്ല. അതമ്മേ, ഞാൻ ദേ ഇത്തരം വർത്തമാനം ഇനി മേലി പറയരുത്. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലെ തന്നെയാ ഞങ്ങൾക്ക് ധ്വനിമോളും. അത് നീ മറക്കണ്ട. അതെനിക്കൊരു തെറ്റ് പറ്റിയതാ. അമ്മ ക്ഷമിക്കേ. പൂർണിമേച്ചയോടുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അല്ലാതെ ധ്വനിമോളോട് എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല. ഉം. ഛെ. ആ കൊച്ചിനെ കാണാതെ പോയതില് എനിക്ക് സന്തോഷം തന്നെയാ. ഇന്ദ്രപ്രസ്ഥത്തിലെ സർവ്വ സ്വത്തും എനിക്കും എന്റെ കുഞ്ഞിനും മാത്രം അവകാശപ്പെട്ടതാ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നവരെല്ലാം ഒഴിഞ്ഞു പോകണം, അതേത് വിധേനയാണെങ്കിലും. ആ കൊച്ചിനെ കാണാതായ വിവരം ഏതായാലും താരാമേടത്തിനൊന്ന് വിളിച്ചറിയിക്കാം. നോക്കാനില്ല, ഇനി ഒരു സ്ഥലവും നോക്കാനില്ല. മോളോട് ഇല്ലെന്ന് ഉറപ്പാ. ഇനി ഞാൻ എവിടെ പോയി അവളെ നോക്കും? എന്റെ മോൾ എവിടെ കിരൺ? സ്കൂളിൽ വന്ന കുഞ്ഞിനെ എങ്ങനെ കാണാതാവുന്നേ? ഞങ്ങൾ എല്ലായിടത്തും നോക്കി. CCTV ആരോ കേടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഫുട്ടേജ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിക്കവർ ചെയ്യാലോ? ചെയ്യാം, പക്ഷേ അതിന് സമയമെടുക്കും. പോലീസിന് വിവരം അറിയിച്ചാലോ? പൂർണിമ ചേച്ചി ഇപ്പൊ എത്തും. അത് കഴിഞ്ഞ് അറിയിക്കാം നമുക്ക്. മോൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. CCTV കേടാക്കി വിഷ്വൽസും ഡിലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ധ്വനിമോളെ ആരോ മനഃപൂർവ്വം കൊണ്ടുപോകാനാ സാധ്യത. എന്താ സംഭവിച്ചെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഊഹത്തിനും അനുമാനത്തിനും ഒന്നും സമയമില്ല. നമുക്ക് എത്രയും വേഗം സത്യം അറിയണം. വാ. ചേട്ടാ വാ. ദേവേട്ടാ, അഷിതയെ വിളിച്ചത്. പൂർണിമയുടെ കൊച്ചിനെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അതെങ്ങനെ? സ്കൂളിൽ നിന്ന് ധ്വനിമോളെ കാണാതെ പോയത്. ഈശ്വര, ഇതെങ്ങനെയാ സംഭവിച്ചത്? സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തൊരു കുഞ്ഞാണല്ലോ അത്. അവിടെ എല്ലാരും വലിയ വിഷമത്തിലാണെന്നാ ആഷി പറഞ്ഞത്. ഈശ്വരാ, വലിയ കഷ്ടായിപ്പോയി. അവര് പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു കാണും. അവരൊക്കെ വലിയ പിടിപാടുള്ള ആൾക്കാരല്ലേ. പെട്ടെന്ന് അന്വേഷണം ഉണ്ടാവുമായിരിക്കും. ആ ദുർഗയും കിരണ്യം പോലെ ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാർ പഠിപ്പിക്കുന്ന സ്കൂളല്ലേ അത്?